ഹലോ, തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഇന്നൊരു ഗെയിമിംഗ് ബുക്കാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ 5K ഗീവ് അവേയുടെ റിസൾട്ടും മന്ത്ലി ഗീവ് അവേയുടെ റിസൾട്ടും അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ നമുക്ക് ഈ ഗെയിമിംഗ് ബുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ബുക്കിന് കുറച്ചൊന്ന് കട്ടി കിട്ടാനായിട്ട് ഞാൻ സാധാ പേപ്പറിന് പകരം ഇവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്നേക്ക് ആൻഡ് ലാഡർ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ആദ്യം പിൻട്രസ്റ്റ് എന്ന റെഫറൻസ് ഞാൻ എടുത്തതിന് ശേഷം അതിൽ നോക്കിയാണ് കേട്ടോ ഇത് വരയ്ക്കുന്നത്. വെക്കേഷൻ ആയിട്ട് എവിടെയും പോവാനില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന കുട്ടീസിനൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടുവേ. ഞാൻ ഇതിൽ മൊത്തത്തിൽ 8 ഗെയിംസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലധികവും ഗെയിംസ് ആഡ് ചെയ്യാം. ഞാനിത് മെയിൻലി ഐറോട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് ഐറോട്ടിക്ക് അറിയാവുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടി കുട്ടി ഗെയിംസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ടതാ ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ മുറിച്ച് ഞാൻ ഈ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഡൈസ് ഉണ്ടാക്കാനും ഞാൻ ഈ ചാർട്ട് പേപ്പർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുഞ്ഞ് സർക്കിൾ ഷേപ്പിന് വെട്ടിയെടുത്തിട്ട് 2 സൈഡിൽ ഞാനിങ്ങനെ കളർ ചെയ്ത് അതിന്റെ മുകളിലായിട്ട് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതാ ഈ ഡൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലാവേ. ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റിന് അങ്ങോട്ട് മനസ്സിലായെന്ന് വരില്ല. പിന്നെ പറഞ്ഞു തരാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെ നോക്കി ചെയ്യണേ. ഇനി പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങ് ഊരിപ്പോകുന്നൊന്നും വിചാരിക്കണ്ട. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗെയിം നോക്കിയാലോ. സെക്കൻഡ് ഗെയിം ആയിട്ട് ഞാനിവിടെ ലുഡോ ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാവരും കാണുന്ന ലുഡോയില് നല്ല ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബ്രഷ് പെൻ ഉള്ളതുകൊണ്ട് അത് തന്നെ വെച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണേ. ഇതിൽ ഞാൻ സർക്കിൾ ഡൈസിന് പകരം എന്താ ഇങ്ങനെ സ്ക്വയേഴ്സ് ആയിട്ടാണ് ഡൈസ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിനും സെയിം സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയാത്തത്. അപ്പോൾ ലുഡോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഗെയിം ആയിട്ട് നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഞാൻ ആദ്യം കാണിച്ചില്ലേ അതേപോലത്തെ സ്നേക്ക് ആൻഡ് ലാഡർ ആണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നേക്ക് ആൻഡ് ലാഡർ ആണ്. സാധാരണ സ്നേക്ക് ആൻഡ് ലാഡറിൽ 1 to 100 വരെ ഇല്ലേ, ഇതിൽ ഞാൻ 1 to 16 വരെ കൊടുക്കുന്നുള്ളേ. ഇത് കാണാൻ മാത്രമേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളേ. ഗെയിം എല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ ഇതിന് ഡൈസ് ഒന്നും ഞാൻ പ്രത്യേകം കൊടുക്കുന്നില്ല. ആദ്യത്തെ ഗെയിമിന്റെ തന്നെ ഇതിലോട്ട് ഉപയോഗിച്ചാൽ മതിയാവേ. നമ്മുടെ രണ്ടാമത്തെ സ്നേക്ക് ആൻഡ് ലാഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. മാച്ച് ദ ഡോട്ട്സ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. മിക്കവാറും എല്ലാവരുടെയും മൊബൈൽ ഫോണിലിതാ ഈ ഒരു ഗെയിം കാണും. ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് പറയാം. ഇതുപോലെ കുറച്ച് ഡോട്ട്സ് കാണും. ഇതിൽ സെയിം കളേഴ്സിലുള്ള ഡോട്ട്സിനെ വേറെ ഡോട്ട്സിലോട്ട് ടച്ച് ചെയ്യാതെ നമ്മളൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഗെയിം എത്ര പേർക്ക് അറിയാമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ.
അപ്പോൾ നമ്മുടെ തേർഡ് ഗെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. ഇത് വേറൊന്നല്ല, വഴി കാണിച്ചു കൊടുക്കൽ ഗെയിമാണ്. അതെന്തായാലും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ ഐറൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല ഗെയിംസ് ഉൾപ്പെടുത്തി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ഗെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ഗെയിമിലോട്ട് പോയാലോ. ഇതും എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഇതുപോലത്തെ 2 മോഡൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടിക് ടാക് ടോയ് ആണ്. ഇതിൽ ആദ്യം വരച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ രണ്ടാമത് വരയ്ക്കുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിരയെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നേ. പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് നമ്മുടെ ഗെയിംസിന്റെ എണ്ണത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ 6th ഗെയിം ആയിരുന്നേ. ഇനി നമുക്ക് നമ്മുടെ 7th ഗെയിം നോക്കിയാലോ. ഇത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ച് പൂജ്യമാണ് നമ്മൾ വരയ്ക്കാറ്. ഞാനിവിടെ ഒരു വെറൈറ്റിക്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂജ്യം വെട്ടി കളിയെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. 2 പേര് ചേർന്നാണ് കേട്ടോ ഈ ഗെയിം കളിക്കുന്നത്. ഓരോരുത്തരായിട്ട് ഡോട്ട്സ് ജോയിൻ ചെയ്ത് കൊടുക്കും. ഒരിക്കലും ഒരു ബോക്സ് ആക്കാനായിട്ട് നമ്മളിങ്ങനെ ഡോട്ട്സ് ചേർത്ത് കൊടുക്കില്ല. അങ്ങനെ ബോക്സ് ആയി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ഇനിഷ്യൽ അതിനകത്ത് എഴുതും. എന്നിട്ട് അവസാനം ആരാണ് കൂടുതൽ ബോക്സ് ഉണ്ടാക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ 8th ഗെയിമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പസിൽസ് ആണ്. വേർഡ് പസിൽസും എടുത്തിട്ടുണ്ട്, പിക്ചർ പസിൽസും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. വേർഡ് പസിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സിന്റെ പേരാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പുറത്തായിട്ട് കുറച്ച് ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സും വരയ്ക്കും. ആ ഒരു ഫ്രൂട്ട്സിനെ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ പറയാതെ തന്നെ പസിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വേർഡ് പസിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ പിക്ചർ പസിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി വരച്ചിട്ട് അതിൽ ഞാൻ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിച്ചതാ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ആ പേപ്പറിൽ ഇതാ ഇങ്ങനെ ചുറ്റിനൊന്ന് വെച്ച് കൊടുക്കണം. അതിനകത്ത് പസിൽ അടുക്കി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു പേപ്പർ കൂടി നമ്മൾ നേരത്തെ ഡൈസ് ഒക്കെ വെക്കാനായിട്ട് സെറ്റ് ചെയ്തെടുത്തില്ലേ, അതുപോലെ പസിൽസ് വെക്കാനായിട്ടും കൂടി ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമോടുകൂടി ഞാനിവിടെ ഗെയിമൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാനിവിടെ ടോട്ടലായിട്ട് 8 ഗെയിംസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അധികം ഗെയിംസ് വേണമെങ്കിൽ അതും ചെയ്യാവേ. അപ്പോൾ ഇനി ഇതൊരു ബുക്കാക്കി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ആ പേപ്പറെല്ലാം ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇതാ ഇതുപോലെ ഓരോ പേപ്പറിന് മുകളിലായിട്ട് പശ തേച്ചിട്ട് ഓരോ ഗെയിമും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ. എനിക്ക് ആദ്യം കുറച്ചൊന്ന് തെറ്റ് പറ്റിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ആ ബുക്ക് ഒന്ന് കവർ ചെയ്യാനായിട്ടും ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. ഇനി വേറൊന്നും ഇല്ലാതെ നമ്മൾ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ പുറകിലായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് ബൈൻഡുമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ബൈൻഡ് ഒന്ന് ക്യൂട്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പിക്ചർ കൂടി ഞാൻ ഇങ്ങനെ വരച്ച് ഒന്ന് പെയിന്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയായപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ബുക്ക് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ എല്ലാ പേജസിലും ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
നമ്മുടെ ഗെയിമിംഗ് ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ എന്തായാലും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള 5K ഗീവ് അവേയുടെ വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം ഞാൻ കുറച്ചൊന്ന് ലേറ്റായി പോയി സെലക്ട് ചെയ്യാനായിട്ട്. മോളുടെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. അപ്പോൾ ഇനി വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാവേ. നമുക്ക് ഏകദേശം 3700 എബോവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കമന്റ് പിക്കർ വഴിയാണ് 6 വിന്നേഴ്സിനെയും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ ഫാത്തിമ ഫാത്തിയാണ്. സെക്കൻഡ് വിന്നർ വന്നിട്ട് മനോജ് ബാബു ആണ്. ഇനി തേർഡ് വിന്നർ പേരല്ല കൊടുത്തിരിക്കുന്നത്, ലൈഫ് അൺസ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞത് ഈ ഒരാളാണ്. ഇനി ഫോർത്ത് വിന്നർ വന്നിട്ട് ദ എസ്തെറ്റിക് വൺ ഫോർ മീ എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ടിനാണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് വിന്നർ ദ സെയ്ദ് അലവിയാണ്. ഇനി നമ്മുടെ 6th വിന്നർ പ്രിയ സുകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അക്കൗണ്ടിനാണ്. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റ്സ് ഉണ്ട്. ഇനി വിന്നേഴ്സ് ആകാത്തവരാരും വിഷമിക്കണ്ട, നമ്മൾ ഇനിയും ഒരുപാട് ഗീവ് അവേസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മന്ത്ലി ഗീവ് അവേയുടെ വിന്നർ ആരാന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ടോപ്പ് കമന്റർ ആയ ഫാത്തിമയ്ക്കാണ്. ഇനി സെക്കൻഡ് വിന്നറിനെ നമ്മൾ കമന്റ് പിക്കർ വഴിയാണ് സെലക്ട് ചെയ്തത്. യദു കൃഷ്ണയാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. അപ്പോൾ ഈ 8 വിന്നേഴ്സും എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് താഴെ ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിന്നേഴ്സ് എല്ലാം എന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ. ഇനി ആരെങ്കിലും കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോഴേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.